ദിലീപിന്റെ ഭൂമി ഇടപാടുകളും പരിശോധിക്കാനുള്ള ഏറ്റവും പുതിയ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഭൂമി ഇടപാടുകൾ പരിശോധിക്കുകയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളോടനുബന്ധിച്ചാണ് ഇപ്പോൾ, അതായത് കൊച്ചിയിൽ മാത്രം 35 ഇടങ്ങളിലാണ് 35 ഇടങ്ങളിൽ ഭൂമി ദിലീപിന് ഉണ്ട്. ഇതടക്കം കേരളത്തിൽ മറ്റു ഭാഗങ്ങളിൽ കേരളത്തിന് പുറത്തേക്കും ഉണ്ട് എങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഭൂമി ഇടപാടുകൾ കൂടി ഈ കേസുമായി ചേർത്ത് വെച്ച് അന്വേഷിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ആദ്യം മുതൽക്കേ തന്നെ ചില സംശയങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നിലവിൽ നിന്നിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ദിലീപ് അറസ്റ്റിലായ ഘട്ടത്തിൽ അതല്ല ഇവർ തമ്മിലുള്ള വിഷയം, അത് വ്യക്തിവൈരാഗ്യമാണ് എന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഭൂമി ഇടപാടുകൾ കൂടി പരിശോധനയിലേക്ക് കൊണ്ടുവരികയെന്ന വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ദിലീപ് അറസ്റ്റിലായ ആ ഒരു ഘട്ടം മുതൽക്കേ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിരുന്ന ഒരു ആവശ്യവും ഇതുകൂടിയായിരുന്നു. ഇത്തരത്തിൽ ആദ്യം മുതൽക്കേ സംശയത്തിന് നിലയിൽ നിൽക്കുന്ന ഭൂമി ഇടപാടുകൾ അത് ഏതൊക്കെ വിധത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ അടക്കം അന്വേഷണത്തിലേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇതിന്റെയൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഭൂമി ഇടപാടുകൾ കൂടി പരിശോധിക്കുന്നത്. കൊച്ചിയിൽ മാത്രം 35 ഇടത്ത് ദിലീപിന് ഭൂമിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത്തരത്തിൽ വളരെ വിശദമായ ഡീറ്റെയിൽഡായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടും നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരുമായുള്ള ബന്ധം, ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങളിൽ തന്നെയും ഉള്ള ബന്ധം അടക്കം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി, ഈ ഭൂമി ഇടപാടുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടി വരും എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിലാണ് ദിലീപ് ഉള്ളത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മാത്രമാണ് കസ്റ്റഡി ഉള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നത്. ഭൂമി ഇടപാടുകൾ നേരത്തെ മുതൽക്കേ തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെ തന്നെയും വലിയ സംശയങ്ങൾ നിഴലിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ദിലീപ് നടത്തിയെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടതിന്റെ പ്രാധാന്യവും നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാടുകൾ അത് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം. 35 ഇടത്ത് കൊച്ചിയിൽ മാത്രം ഭൂമിയുണ്ട് ദിലീപിന്. രജിസ്ട്രാറുടെ ഇതിന്റെ ഡീറ്റെയിൽസ് അന്വേഷണ സംഘം ആരാഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ വേഗം തന്നെ വളരെ വേഗം ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധന വിധേയമാക്കും എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. നേരത്തെ തന്നെ ദിലീപിന്റെ സ്വത്തുക്കളുടെ കണക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ ബിനാമി ഇടപാടുകൾ കൂടി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു വലിയ വ്യാപ്തി ഇത്തരം ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്നത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ, ഈ വിഷയം കൂടി അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യം പരോക്ഷമായി നിലനിൽക്കുകയാണ്. അന്വേഷണ സംഘം ആ ഒരു തലത്തിലേക്ക് കൂടി പോകുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. ഏത് വിധത്തിലാണ് അന്വേഷണം? ഷാജഹാൻ, ദിലീപിന്റെ ഭൂമി ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം. നേരത്തെ ഈ നടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തിവൈരാഗ്യമാണ് ഇങ്ങനെ ഒരു കൊട്ടേഷനിലേക്കും ഒക്കെ നയിച്ചത് എന്ന് പറയുമ്പോഴും ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്ന വളരെ ശക്തമായ ഒരു നിലപാട് ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഭൂമി ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടക്കുന്നു. ബിനാമി ഇടപാടുകളെ കുറിച്ചുകൂടി അന്വേഷണം ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം പലയിടങ്ങളിലായി ഈ വിധത്തിൽ ബിനാമി ഇടപാടുകൾ ദിലീപിനുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. രജിസ്ട്രാർ ജനറലിനോട് പോലീസ് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്. കൊച്ചിയിൽ മാത്രം 35 ഇടങ്ങളിലാണ് ഭൂമി ഉള്ളത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. നിലവിൽ ആലുവ പോലീസ് ക്ലബിൽ ദിലീപിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കുരുക്ക് മുറുക്കിക്കൊണ്ട് ഈ വിധത്തിലുള്ള ഒരു നീക്കം, വളരെ സുപ്രധാനമായ ഒരു നീക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട വൈരാഗ്യം ഉടലെടുത്തത് അത് വ്യക്തിവൈരാഗ്യം മാത്രമാണ് എന്ന ആ ഒരു വിഷയത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഇതോട് ചേർത്ത് വെച്ച് തന്നെ ഭൂമി ഇടപാടുകൾ
അന്വേഷിക്കണം എന്ന ഒരു സുപ്രധാനമായ നിലപാടിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. ബിനാമി ഇടപാടുകൾ അടക്കം അന്വേഷണത്തിന് വിധേയമാക്കും. പ്രത്യേകിച്ച് നിലവിൽ പുറത്തു വന്നിട്ടുള്ള ദിലീപിന്റെ സ്വത്തുക്കൾ, ആസ്തി, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പലതും പുറത്തു വരുന്നുണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ചില ആവശ്യങ്ങൾ സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്നുകൂടി ഉയർന്നു വന്നിരുന്നു. ഷാജഹാൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷാജി, എങ്ങനെയാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഭൂമി ഇടപാടുകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഒക്കെ പോലീസ് സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ മാത്രം ഏകദേശം 35 ഏക്കറിലധികം സ്ഥലം ഇദ്ദേഹത്തിനുണ്ട്, 35 ഇടത്ത് ഇദ്ദേഹത്തിന് സ്ഥലമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശങ്ങളിലുള്ളത്. മാത്രമല്ല, കേരളത്തിന്റെ മറ്റു പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ടൂറിസം കേന്ദ്രങ്ങളിൽ, ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പൾസർ സുനിക്ക് 1.5 കോടി രൂപ കൊടുത്ത് ഒരു കൊട്ടേഷൻ ചെയ്യിച്ചു എന്ന് പറയുന്നതിന് പിന്നിൽ 36 കോടി രൂപയുടെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നൊരു വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുനി വ്യക്തിവൈരാഗ്യം മാത്രമല്ല മറ്റു ചില സ്വന്തം സാമ്പത്തിക ലാഭം കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകിയതെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായിട്ടും പരിശോധിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകളിലും ബിനാമി ഇടപാടുകളിലും അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിലുമൊക്കെ ബന്ധപ്പെട്ട മുൻ പ്രതിപക്ഷ MLA അടക്കമുള്ളവരുടെ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നതിൽ നിന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിൽ കൂടി പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പോലീസിന് വന്ന ഒരു സംശയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കാൻ സാധ്യതയില്ല, അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. സൗമ്യ, ഒരുപക്ഷെ അവിടെ അതാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള ഒരു തന്ത്രം കൂടി ഒരു ഘട്ടത്തിൽ ദിലീപ് പ്രയോഗിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. കാരണം മറ്റുള്ളവരെ ഈ പ്രത്യേകിച്ച് കാവ്യ അടക്കം അല്ലെങ്കിൽ കാവ്യയുടെ അമ്മയുടെ അടക്കം ഇൻവോൾവ്മെന്റ് ഒക്കെ തന്നെയും ഇതിൽ പറഞ്ഞു കേട്ടിരുന്നു, പ്രത്യേകിച്ച് ലക്ഷ്യയിൽ പൾസർ ചെന്നത് അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷെ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ കുറ്റം ഒറ്റയ്ക്ക് സമ്മതിക്കുന്ന ഒരു നിലപാടാണ് ആദ്യഘട്ടത്തിൽ ദിലീപ് സ്വീകരിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരു പക്ഷേ അതൊക്കെയും ഇങ്ങനെ ഒരു അന്വേഷണം പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് കൂടി വേണ്ടിയായിരുന്നു എന്ന് വേണം കരുതാൻ. അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും ഇപ്പോഴും ദിലീപിനെ വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ദിലീപ് അന്വേഷണ സംഘത്തോട് തുറന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇദ്ദേഹത്തിന് എവിടെയൊക്കെ സ്ഥലമുണ്ടോ അതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന എല്ലാ ഇടപാടുകളെക്കുറിച്ചും ബിനാമി ഇടപാടുകളെക്കുറിച്ചും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ മാത്രം 35 ഇടങ്ങളിൽ ഇദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അതിൽ തന്നെ കോടികൾ മുടക്കിയാണ് ഈ സ്ഥലങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് സാധ്യതയുള്ള പല പ്രദേശങ്ങളിലും, ആലപ്പുഴ അടക്കം മറ്റു പല ജില്ലകളിലും ഇദ്ദേഹം ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ചുകൊണ്ടാണ്, അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തിന് യാതൊരുവിധ മാനദണ്ഡവും കൽപ്പിക്കാതെ പറയുന്ന വിലയ്ക്ക് അദ്ദേഹം കോടികൾ നൽകിക്കൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനുള്ള സാമ്പത്തിക സ്രോതസ്സും മറ്റും പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന് ഇടനിലക്കാരായി നിന്ന ചില രാഷ്ട്രീയ നേതാക്കളെയും പോലീസ് ഇതിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. എന്തായാലും ഈ സ്ത്രീയെ, നടിയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം മാത്രമല്ല നമുക്ക് അന്വേഷിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം അത്തരത്തിൽ 1.5 കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു നടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്തിനു തയ്യാറായി എന്നുള്ളൊരു ചോദ്യമാണ് പോലീസിന്റെ മുൻപിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ മറ്റു ചില സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉണ്ടാവാമെന്നുള്ള ചിന്തയും അവർക്കുണ്ട്. ഇത്തരത്തിലുള്ള ചില സൂചനകളും പല കേന്ദ്രങ്ങളിൽ നിന്നും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ വസ്തുവകകളെ കുറിച്ചും ഒക്കെ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സൗമ്യ, ഒരു പക്ഷേ നമുക്കറിയാം ഇവിടെ
കേരളത്തിന് പുറത്തേക്ക് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തേക്ക് പ്രത്യേകിച്ച് വിദേശ യാത്രകൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം എന്നുള്ള പരാമർശങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെയും വന്നിരുന്നു. പക്ഷേ ഇവിടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം കൂടി അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട് എന്നതുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നേരത്തെ ഷാജി സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപ് പറയുന്നത് വ്യക്തിവൈരാഗ്യം എന്ന കാര്യമാണെങ്കിൽ കൂടിയും അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെ ഈ ഇത്തരത്തിലുള്ള ഭൂമി ഇടപാടുകളായാലും മറ്റ് സാമ്പത്തിക ഇടപാടുകളായാലും അത് ബിനാമി ഇടപാടുകൾ പോലും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ കേസുമായി ബന്ധപ്പെടുത്തി തന്നെ അന്വേഷിക്കേണ്ടതാണ് എന്നൊരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എങ്ങനെയാണ്? പ്രധാനമായിട്ടും ഈ പോലീസിനെ ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ 1.5 കോടി രൂപ പൾസർ സുനിക്ക് കൊടുത്തുകൊണ്ട് ഒരു കൊട്ടേഷനിലേക്ക് പോകാനുള്ള കാര്യം വ്യക്തിവൈരാഗ്യം മാത്രമല്ല, ഇത്രയും തുക കൊടുത്തുകൊണ്ട് ഇതിന്റെ ലാഭം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു. അപ്പോൾ ഏകദേശം 36 കോടിയോളം രൂപ ലാഭം വരുന്ന എന്തൊക്കെയോ ചില പിന്നാമ്പുറ കഥകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള വസ്തുവകൾ വ്യാപകമായിട്ട് ബിനാമി ഇടപാടുകളിലൂടെ സ്വന്തമാക്കിയതിനെ കുറിച്ചുമൊക്കെ പോലീസിന് വളരെ കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മൊത്തം അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും മറ്റും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൃത്യമായിട്ടും ഇത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടുള്ള മറ്റു പലരെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂടി ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ടായിരിക്കും പോലീസിന് മുൻപോട്ട് പോവുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും മുൻപോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഷാജി, നമുക്കറിയാം അവിടെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ രജിസ്ട്രാർ ജനറലിനോട് പോലീസ് ഇതിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നേരത്തെ ഷാജി സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചിയിൽ 35 ഇടങ്ങളിൽ ഭൂമിയുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ ബിനാമി ഇടപാടുകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമ്പോൾ അത് എത്രത്തോളം പ്രയാസമുള്ള കാര്യമായിരിക്കും. ഒരുപക്ഷെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും അങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുമോ ഒരു അന്വേഷണത്തിലേക്ക് പോവുക? വിശദമായ ഒരു അന്വേഷണം തന്നെയാണോ അന്വേഷണ സംഘം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും സൗമ്യ, അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ 1.5 കോടി രൂപ മുടക്കി ഒരു കൊട്ടേഷൻ കൊടുത്തതിനെ കുറിച്ചാണ് പോലീസ് സംശയിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്നു. കാര്യം ഇത്തരത്തിൽ വളരെ വ്യക്തിവൈരാഗ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലേക്കുള്ള ഒരു വ്യക്തിവൈരാഗ്യം പോകില്ല. അതാണ് പോലീസിന് പ്രധാനമായിട്ടും ഇപ്പോൾ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലേക്ക് ഒരു അന്വേഷണം നടത്തുന്നത്. ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും മറ്റ് ബന്ധങ്ങളും കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു MLA വരെ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ബിനാമി ഇടപാടുകളിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം പൾസർ സുനി കൊട്ടേഷൻ നൽകിയതിന് ശേഷം പല ഫോണുകളിൽ നിന്നും പൾസർ സുനിയുമായിട്ടൊക്കെ ഈ പ്രതിപക്ഷത്തുള്ള ഒരു MLA ബന്ധപ്പെട്ടിരുന്നു. ഇത്തരം വാർത്തകളൊക്കെ തന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇവർ തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഒരു വ്യക്തിവൈരാഗ്യം മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ സംശയത്തിനതീതമായിട്ട് ഇപ്പോൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ദിലീപിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വസ്തുതകളെ കുറിച്ചും ഒക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബിനാമി ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലും ഇത്തരത്തിൽ ഭൂമി ഇടപാടുകളും ബിനാമി ഇടപാടുകളും ഉണ്ട് എന്നൊരു കാൽക്കുലേഷനിൽ തന്നെയാണോ നിലവിൽ അന്വേഷണ സംഘം ഉള്ളത്? അങ്ങനെ കൂടുതൽ ഇടങ്ങളിലാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്കൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക ഒക്കെ എങ്ങനെയായിരിക്കും? അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക? ദിലീപിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായിട്ടും അന്വേഷണ സംഘം പരിശോധിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ബിസിനസ്സുകളും വ്യാപാരങ്ങളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദേശത്തടക്കമുള്ള ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ വരവുകളെക്കുറിച്ച്, ഈ സാമ്പത്തിക വരവുകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത് മറ്റു മാർഗങ്ങളിലൂടെ ഏതെങ്കിലും സ്വത്ത് സമ്പാദിച്ചതാണോ എന്നുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ ഉടനീളം ഇദ്ദേഹത്തിന്റെ പേരിലുള്ള വസ്തുവകളെ കുറിച്ചൊക്കെ തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു
കഴിഞ്ഞു. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ നടിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് പല വിവരങ്ങളും കിട്ടിയിട്ടും മാത്രമല്ല പല രഹസ്യ വിവരങ്ങളും പലരും രഹസ്യമായിട്ട് പോലീസിന് നൽകിയതായിട്ടും സൂചനകളുണ്ട്. ഇത്തരത്തിൽ ദിലീപുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പലരും പോലീസിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദിലീപിന്റെ പേരിലുള്ള വസ്തുതകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. അതുകൂടി അതിന്റെ അന്വേഷണ പരിധി കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന്റെ പുറകിലുണ്ടായിരുന്ന കാര്യം എന്താണെന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായിട്ടൊരു നിഗമനത്തിലെത്താൻ സാധിക്കും. സൗമ്യ, ഇതിൽ ഇപ്പോഴത്തെ നടപടി ഇപ്പോൾ രജിസ്ട്രാർ ജനറലിൽ നിന്നും ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് എന്തൊക്കെ നടപടികളിലൂടെയാണ് ഇത്തരം ഡീറ്റെയിൽസ് എടുക്കുക അന്വേഷണ സംഘം? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായിട്ടും സൗമ്യ, എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദിലീപുമായി സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘം വിളിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കും. നാദിർഷ അടക്കമുള്ള ദിലീപുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പല നടന്മാരെയും ഇന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ദിലീപിന്റെ ഭാര്യയും അമ്മയും അടക്കം ഇന്ന് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപുമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ദിലീപിനോട് കൂടി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളിലേക്ക് പോകുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പോലീസ് അന്വേഷിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദിലീപ് പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് വ്യക്തിവൈരാഗ്യമാണ് ഇതിനു പിന്നിൽ എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ സ്വാഭാവികമായും ഈ റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങളും ഒപ്പം മറ്റ് സാമ്പത്തിക ഇടപാടുകളും കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ മറ്റു പല കാര്യങ്ങളിലും ദിലീപ് പറഞ്ഞതിൽ പൂർണ്ണമായ ഒരു വിശ്വാസം അന്വേഷണ സംഘത്തിന് ഇല്ല, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് മറ്റ് ചില നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ വേണ്ടേ മനസ്സിലാക്കാൻ ഷാജി? തീർച്ചയായിട്ടും നമുക്കറിയാം സൗമ്യ, ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പൾസർ സുനിയെ അറിയില്ല എന്ന് 10 വർഷം പരിചയമുള്ള പൾസർ സുനിയെ അറിയില്ല എന്നുള്ളൊരു കള്ളമാണ് ആദ്യം തന്നെ ദിലീപ് ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇത്തരത്തിൽ പല ചോദ്യം ചെയ്യലുകളിലും ദിലീപ് ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇദ്ദേഹത്തിന്റെ മൊഴികൾ തീരെ വിശ്വാസമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് നടന്മാരെയും അല്ലെങ്കിൽ ഇദ്ദേഹത്തോടൊപ്പം നിന്ന് റിയൽ എസ്റ്റേറ്റും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നവരെ കൂടി പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നും നാളെയും ഇത്തരക്കാരെയൊക്കെ തന്നെ പോലീസ് ചോദ്യം ചെയ്യും. ഈ 2 ദിവസത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ അറസ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും 2 സംഘങ്ങളായിട്ടാണ് പോലീസിന്റെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്രിമിനൽ പശ്ചാത്തലം നോക്കുന്ന ഒരു സംഘവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു സംഘത്തിന് ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. സ്വാമി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപിന്റെ ഭൂമി ഇടപാടുകൾ, ബിനാമി ഇടപാടുകൾ അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് അന്വേഷണ സംഘം. അതിന് ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് വ്യക്തിവൈരാഗ്യം മാത്രമല്ല ഇതിനു പിന്നിൽ എന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ദിലീപ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. ആലുവ പോലീസ് ക്ലബിലാണ് ഇപ്പോൾ ദിലീപ് ഉള്ളത്. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി വിട്ടിട്ടുള്ളത്. ചോദ്യം ചെയ്യലാണ് ഇവിടെ സുപ്രധാനമായും പുരോഗമിക്കുന്നത്. ഉമേഷ് ചേർന്നുണ്ട് ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും. ഉമേഷ്, അല്പസമയത്തിനകം ദിലീപിനെ അവിടെ നിന്നും കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ നടപടികൾ എങ്ങനെയാകും? വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, പോലീസ് ക്ലബിൽ ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ 2 മണിക്കൂറായിരിക്കുന്നു. ഇപ്പോൾ ഒരു സൂചനയുള്ളത് ദിലീപിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകും എന്നുള്ളതാണ്. എന്നാൽ എവിടേക്കാണ് ആദ്യം കൊണ്ടുപോവുക എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ട സ്ഥലങ്ങൾ ഒന്ന് എറണാകുളത്തെ സ്വകാര്യ ഹോട്ടലിൽ, MG റോഡിലുള്ള സ്വകാര്യ ഹോട്ടലിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന് ആദ്യമേ അറിയിച്ചിരുന്നു. ഒരുപക്ഷെ അവിടേക്കാകാം, അല്ലെങ്കിൽ തൃശ്ശൂരിൽ 2 കേന്ദ്രങ്ങളുണ്ട്. ഈ പൾസർ സിനിമയുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ ഒരുപക്ഷെ അവിടേക്കാകാം. ഇതുമല്ലെങ്കിൽ തൊടുപുഴ ശാന്തിഗിരി ജംഗ്ഷനിലും ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളുണ്ട്. അവിടേക്കാണോ ഒരുപക്ഷെ കൊണ്ടുപോകാം. എവിടേക്കാണ് എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് സൂചന ലഭിക്കുന്നില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ഇറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ അതിവേഗമാണ് ഓരോ നടപടികളും പോലീസ് പൂർത്തിയാക്കുന്നത്. കാരണം പരിമിതമായ 2 ദിവസം മാത്രമാണ് ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ പരമാവധി കാര്യങ്ങൾ ദിലീപിൽ നിന്ന് ചോദിച്ചറിയുന്നതോടൊപ്പം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും പോലീസിനെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ദിലീപിനെയും കൊണ്ട് തെളിവെടുപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. എവിടേക്കായാലും ആയിരിക്കും തെളിവെടുപ്പ് പറയാൻ കഴിയും. ഒരുപക്ഷെ അബാദ് പ്ലാസയിലായിരിക്കാം, അല്ലെങ്കിൽ തൊടുപുഴയിലേക്കായിരിക്കാം. ഏതാണ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും എന്ന് കരുതുന്നു. നേരത്തെ വൈദ്യപരിശോധന അടക്കം ദിലീപിനെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്പം മുമ്പ് ഡോക്ടർ ഇവിടേക്ക് പോകുന്നത് കണ്ടു. ഒരുപക്ഷെ ദിലീപിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു പരിശോധന നടത്തിയത് എന്ന് കരുതുന്നു. വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ളവ ദിലീപിനെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ദിലീപിനെ അധികം വൈകാതെ തന്നെ തെളിവെടുപ്പിനെ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ തെളിവെടുപ്പ് എവിടേക്കാന്നുള്ള ഒരു കൃത്യമായ വിവരം നൽകാൻ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്കറിയാം, കോടതിയിൽ പോലും ചെന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ അടുത്തുനിന്ന് പോലും കൂകി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രകോപനപരമായ ഒരു സാഹചര്യം ഉണ്ടാകുമാകും വിധം ആണ് അവിടുത്തെ ഒരു ക്രൗഡൊക്കെ സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ തെളിവെടുപ്പ് വളരെ നിർണായകമാണ്. സ്വാഭാവികമായും ഗൂഢാലോചന നടന്നിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം ദുർഘടമായിരിക്കും? തീർച്ചയായും എന്തായാലും തെളിവെടുപ്പ് പോലീസിന് നടത്തിയേ പറ്റൂ. കാരണം അത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ഘടകമാണ് അത് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത്. പ്രത്യേകിച്ചും MG റോഡിലുള്ള ഈ സ്വകാര്യ ഹോട്ടലിലെ 410 നമ്പർ മുറിയിൽ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ അവിടെ നേരിട്ട് ചെന്ന് അത് ആ ദിവസവും സമയവും സ്ഥലവും സന്ദർഭവും എല്ലാം തന്നെ ദിലീപിന് നേരിട്ട് അന്വേഷണ സംഘത്തോട് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു നടപടി പോലീസിന് പൂർത്തിയാക്കിയേ പറ്റുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴി. കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഒരു ജനത്തിരക്കും മറ്റും ഉണ്ടാകാമെങ്കിലും ആ സമയത്ത് തന്നെ തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ സംഘം തയ്യാറായിരിക്കുകയാണ്. വലിയ സുരക്ഷ ഒരുക്കി തന്നെ ആയിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുക. പ്രത്യേകിച്ച് MG റോഡ് പോലെയുള്ള സ്ഥലങ്ങൾ വലിയ തിരക്കേറിയ ഒരു സ്ഥലങ്ങളാണ്, നഗര മധ്യത്തിലാണ്. എന്തായാലും അതിനനുസരിച്ച് പോലീസിനെ വിന്യസിക്കും. ഒരുപക്ഷെ ഗതാഗത ക്രമീകരണവും നടത്തിയ ശേഷമായിരിക്കും ദിലീപിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കുന്നതിന്റെ ഭാഗമായി തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും ആലുവ പോലീസ് ക്ലബിനുള്ളിൽ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും അവിടെയും ഇത്തരത്തിൽ പോലീസിനെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ തന്നെ ദിലീപിനെ ഇവിടെ നിന്ന് എത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഉമേഷ്, ഈ തെളിവെടുപ്പുകൾ പ്രധാനമായും ഉള്ളത് എവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ തെളിവെടുക്കേണ്ടത് നടന്ന ഇടങ്ങളുണ്ട്. അത് അബാദ് പ്ലാസ അടക്കമുള്ള ഇടങ്ങളിൽ അത്തരത്തിൽ ഏതൊക്കെ ഇടങ്ങളിൽ തെളിവെടുപ്പുകൾ നടത്തണം എന്ന ഒരു നിലപാടാണ് നിലവിൽ അന്വേഷണ സംഘം എടുത്തിട്ടുള്ളത്? തെളിവെടുപ്പ് നടത്തുകയാണെങ്കിൽ നടക്കേണ്ട സ്ഥലങ്ങൾ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ MG റോഡിലുള്ള സ്വകാര്യ ഹോട്ടൽ, പിന്നീട് എറണാകുളത്ത് തന്നെ തോപ്പുംപടിയിലുള്ള സ്വിഫ്റ്റ് ജംഗ്ഷൻ ഉണ്ട്. ഇതുകൂടാതെ തൃശ്ശൂരിൽ ജോർജേട്ടൻ പൂരത്തിന്റെ ലൊക്കേഷൻ ടെന്നീസ് ക്ലബ്ബ്, തൃശ്ശൂരിൽ തന്നെയുള്ള മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിന്റെ കോമ്പൗണ്ട്, ഇവിടെ കാറിൽ വെച്ച് സംസാരിച്ചു എന്നുള്ളത് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതുകൂടാതെ തൊടുപുഴ ശാന്തിഗിരി ജംഗ്ഷൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഏതാണ്ട് അഞ്ചോളം കേന്ദ്രങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിന് മുൻപിൽ ഉണ്ട്. ഇതെല്ലാം അതിവേഗം പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്രയും വലിയ ജനത്തിരക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് ഈ തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് കരുതലോടെ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. പോലീസിനെയും മറ്റും വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എവിടേക്കാണ് ആദ്യം പോവുക എന്ന സൂചന ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതൊരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇറങ്ങിയ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സംബന്ധിച്ച വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമുള്ള ചോദ്യം ചെയ്യലുകൾ, അത് സ്വാഭാവികമായും കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അവിടെ ദിലീപ് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു വിശ്വാസം അന്വേഷണ സംഘത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭൂമി ഇടപാടുകൾ അടക്കം അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കസ്റ്റഡി കാലാവധിയിലെ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള വിവരങ്ങൾ, ഈ തെളിവെടുപ്പ് അടക്കമുള്ള വിവരങ്ങൾ കേസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ്? വളരെ പ്രധാനവും നിർണായകവുമാണ് ഈ ചോദ്യം ചെയ്യൽ. കാരണം അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ദിലീപിനെ ചോദ്യം ചെയ്തതിനേക്കാൾ പ്രാധാന്യം ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിനാണ്.
കാരണം ആ ചോദ്യം ചെയ്യലിൽ ദിലീപിന്റെ കുറ്റവും പങ്കും എല്ലാം വളരെ വ്യക്തമായതാണ്. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും ജയിലിലടക്കുകയും ഉൾപ്പെടുന്ന നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതാണ്. അതിലും പ്രാധാന്യം ഇപ്പോഴുണ്ട്. കാരണം ദിലീപിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ ഇനി ആരൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ആർക്കെങ്കിലും ഗൂഢാലോചനയിൽ പങ്കാളികളാണോ, ദിലീപുമായി ബന്ധപ്പെട്ട വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. ഈ തെളിവെടുപ്പും അത്തരത്തിൽ തന്നെയാണ്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ ഒരുപക്ഷെ മറ്റ് ആരോപണ വിധേയരായ നാദർഷ, അപ്പുണ്ണി അടക്കമുള്ളവരെ ഈ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ദിലീപിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ ചോദ്യം ചെയ്യൽ നടത്താൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നിർണായകമായ തെളിവ് ഇവർക്കെതിരെ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പിലേക്ക് പോവുക എന്നുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇപ്പോൾ ആലുവ റൂറൽ എസ് അടക്കമുള്ളവരാണ് ഈ അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ CJ ബൈജു പോലീസ് അടക്കമുള്ളവർ ഇവിടെ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ADGP സംഖ്യ അടക്കമുള്ളവർ ആലുവ പോലീസ് ക്ലബിലെത്തി മറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നാദർഷയും അപ്പുണ്ണിയെയും അടക്കമുള്ളവരെ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ച് ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടക്കാനുള്ള സാധ്യത ഇപ്പോഴും നമുക്ക് തള്ളിക്കളയാനാവില്ല. സൗമ്യ, അവിടെ ഈ കൂടുതൽ പേരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ നാദർഷയുടെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമോ, അതോ ഈ പ്രധാനമായും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആകുമോ ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉള്ളത്? ഘട്ടത്തിൽ കസ്റ്റഡിയിൽ കിട്ടിയ ആദ്യ ദിവസം ദിലീപിനെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാണ് നിലവിലെ സൂചനകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. എന്നാൽ രാത്രിയോടെ, അതായത് അധികം ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയതിനു ശേഷം രാത്രിയോ മറ്റുള്ളവരെ ഈ പറഞ്ഞ നാദർഷയെയോ അപ്പുണ്ണിയോ ഈ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഈ ചോദ്യം ചെയ്യൽ മാറ്റാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം രഹസ്യമായി തന്നെ ഈ നടപടികൾ മുന്നോട്ട് പോകണമെന്ന് നിർബന്ധം അന്വേഷണമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയായാൽ ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യൽ കേന്ദ്രം മാറ്റി അവിടേക്ക് അപ്പുണ്ണിയെയും നാദർഷയെയും വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അത്തരത്തിൽ അവരുടെ പങ്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അവരെ കൂടി പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ ദിലീപിനെ ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്തുക, കൂടാതെ തെളിവെടുപ്പുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള തീരുമാനം. എപ്പോഴേക്കായിരിക്കും? ഉടൻ തന്നെ കൊണ്ടുപോകുമെന്നാണോ അറിയാൻ കഴിയുന്നത്? തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു എന്ന സൂചനകൾ വ്യക്തമായി തന്നെ ലഭിച്ചിട്ടുണ്ടോ? സൗമ്യ, അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നു. കാരണം പോലീസ് സേനയെ ഈ പോലീസ് ക്ലബിലേക്ക് മുന്നിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഇറങ്ങുന്ന വഴിയിലെല്ലാം പോലീസിനെ നിർത്തുന്നു. ദിലീപിനെ നേരത്തെ ആലുവ സബ് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിക്കുകയും ചെയ്ത വാഹനത്തിൽ മറ്റ് പോലീസുകാർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദിലീപിനെ ഇറക്കാനുള്ള ഒരു സാഹചര്യമായി തന്നെയാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പോലീസ് സേനയെ ഇവിടെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യമില്ല. അത് തെളിവെടുപ്പിനായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും എല്ലാവരും ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. ഇനി പോവുകയാണെങ്കിൽ ദിലീപ് ഇറങ്ങി വരേണ്ട ഒരു താമസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് എപ്പോഴായിരിക്കും എന്നുള്ളത് സൂചനകൾ ലഭിച്ചിട്ടില്ല. ഏത് സമയവും ദിലീപിനെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഒരുപക്ഷെ നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ നിരവധി ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, അബാദ് പ്ലാസ അടക്കം ഈ 2013 മുതൽ ഗൂഢാലോചന നടന്നിട്ടുള്ള പലയിടങ്ങളിലും തെളിവെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കസ്റ്റഡി 2 ദിവസത്തെ ഈ കസ്റ്റഡി ഇരുന്ന് തന്നെ അത് മുഴുവൻ പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ, അതോ ഇത്തരത്തിലുള്ള സുപ്രധാനമായ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കുമോ? സമയക്കുറവ് ഉണ്ടെങ്കിൽ ഈ സുപ്രധാനമായ കേന്ദ്രങ്ങളിൽ മാത്രമായിരിക്കും തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത. എറണാകുളത്തെ സ്വകാര്യ ഹോട്ടൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. കാരണം അവിടെ വെച്ച് ഇവർ ഇതേക്കുറിച്ച് സംസാരിച്ച് ഗൂഢാലോചന നടത്തിയെന്ന വിവരം കൃത്യമായി ഉണ്ട്. CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ദൂര ദിക്കിൽ, ഉദാഹരണത്തിന് തൃശ്ശൂരോ അല്ലെങ്കിൽ തൊടുപുഴയിലോ ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാനാവില്ല. ഏതായാലും അത് ദിലീപിന്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദിലീപ് ജയിലിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വെച്ച് ഏതാണ് പ്രധാനം എന്ന് ഒരു വിലയിരുത്തലിൽ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അവിടേക്കായിരിക്കും ആദ്യം കൊണ്ടുപോവുക. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 5 കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുക അസാധ്യമാണ്. ഏതായാലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്.
യെസ്, അല്പസമയത്തിനകം തന്നെ ദിലീപിനെ തെളിവെടുപ്പിനായി ആലുവ പോലീസ് ക്ലബിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. എവിടെയാണ് തെളിവെടുപ്പ് എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. സ്വാഭാവികമായും രാവിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ ക്രൗഡ് അതൊക്കെ കേസ് അന്വേഷണത്തെ തെളിവെടുപ്പിനെയൊക്കെ ബാധിക്കുമെന്നതിനാൽ തന്നെ അങ്ങനെ ഒരു അറിയിപ്പ് ഏതായാലും നൽകിയിട്ടില്ല. അല്പസമയത്തിനകം തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഉമേഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ഇവിടെ പ്രധാനമായും തെളിവെടുപ്പുള്ളത് ആദ്യ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന അബാദ് പ്ലാസയിലാണ്. ഒപ്പം തന്നെ മറ്റ് പല സ്പോട്ടുകളുമുണ്ട്. തൃശ്ശൂരിലെ ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിഷയങ്ങൾ, അവിടെയും ഹോട്ടലിൽ താമസിച്ചിരുന്നു, അവിടെ ഇത്തരത്തിലുള്ള പ്ലാനിങ്ങുകൾ നടന്നിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെയുള്ള തെളിവെടുപ്പുകൾ പ്രധാനമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. അത് തന്നെയാണ് കോടതിയിലും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ദിലീപിനെ തെളിവെടുപ്പിനായി ആലുവ പോലീസ് ക്ലബിൽ നിന്നും കൊണ്ടുപോകും. അതിനുള്ള സേനയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നിരവധി പോലീസുകാരെ ഇപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. വളരെ വേഗം ഒരിടവേളയിലേക്ക് പോയ ശേഷം തിരികെ എത്താം.